ആദ്യകാല പിതാക്കന്മാർ ശിമോൻ മാർ ദവന്നാസ്യൂസ്, പൗലൂസ് മാർ സെവേറിയൂസ്, യൂഹാനോൻ മാർ സെവേറിയൂസ്, യാക്കൂബ് മാർ പോളിക്കർപ്പോസ്, സക്കറിയ മാർ അന്തോണിയോസ് എന്നീ പിതാക്കന്മാർ ഈ ഭദ്രാസനത്തിന് നേതൃത്വം നൽകി ഇടയ ശുശ്രൂഷ നിർവഹിച്ച് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന ആ പിതാക്കന്മാരെ നാം ഇന്ന് ഓർമ്മിക്കുകയാണ്. പിതാക്കന്മാരെ ഓർമ്മിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം ഓർത്തഡോക്സ് സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യമാണ്. അതോടൊപ്പം തന്നെ അവർ നമുക്ക് കാണിച്ചു തന്നതായ മാതൃക പിന്തുടരുവാനുള്ള പ്രതിജ്ഞ ചെയ്യുവാനും അവരുടെ ഓർമ്മ ദിനത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുണ്ടായിരുന്ന യൂഹാനോൻ മാർ സെവേറിയൂസ്, അതുപോലെ യാക്കൂബ് മാർ പോളിക്കർപ്പോസ്, സക്കറിയ മാർ അന്തോണിയോസ് എന്നീ പിതാക്കന്മാരെ അവരുടെ മാതൃകകളും രീതികളും മനസ്സിലാക്കുവാൻ വ്യക്തിപരമായി കഴിഞ്ഞിട്ടുണ്ട്. മൂന്ന് പേരുടെയും പൊതുവായ ഒരു അടിസ്ഥാന തത്വം ഞാൻ കാണുന്നത് വളരെ ശാന്തരും വിനീതരും അതോടൊപ്പം തന്നെ സൗമ്യതയുള്ളവരുമായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ദൈവികമായ സ്വഭാവങ്ങളെ ജീവിതത്തിൽ പകർത്തി അനേകരെ ദൈവിക പ്രഭാഷത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു. ആ വ്യക്തിപരമായ ജീവിതമാണ് ആ പിതാക്കന്മാരെ ഇന്ന് എപ്പോഴും നമ്മൾ ഓർമ്മിക്കുകയും അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത് പ്രത്യേകിച്ചും യൂഹാനോൻ മാർ സെവേറിയൂസ് മെത്രാപ്പോലീത്തായും യാക്കൂബ് മാർ പോളിക്കർപ്പോസ് മെത്രാപ്പോലീത്തായും രണ്ടുപേരും അധ്യാപകരായിരുന്നു എന്നുള്ളതാണ്. പ്രബോധനത്തിൽ കൂടി മനുഷ്യരെ പ്രകാശിപ്പിക്കുക എന്നുള്ളത് പൗരോഹിത്യത്തിലെ വലിയൊരു ധർമ്മമാണ്. പട്ടംകുട ശുശ്രൂഷയിൽ മനഹറോനോ എന്നാണ് അതിന് പറയുന്നത്. പ്രകാശിപ്പിക്കുന്നതായ ദൗത്യം അത് ഭൗതികമായും ആത്മീയമായുള്ള പ്രബോധനങ്ങൾ നിർവഹിക്കുന്നതിന് സക്കറിയ മാർ അന്തോണിയോസ് തിരുമേനിയും ഒരുപോലെ പ്രാവീണ്യമുള്ളവനായിരുന്നു എന്ന് നമുക്കറിയാം. വളരെ ചുരുക്കമായി മാത്രം പ്രസംഗിക്കുന്ന അന്തോണിയോസ് തിരുമേനി വളരെ കാര്യമാത്ര പ്രസക്തമായി നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട വളരെ അടിസ്ഥാന തത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്ന പിതാക്കന്മാരാണ്. നമുക്ക് ഉൾക്കൊള്ളുവാനുള്ളത് നന്മയുടെ പ്രബോധനം മറ്റുള്ളവർക്കും നൽകി മറ്റുള്ളവരെയും ദൈവികമായ പ്രകാശത്തിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. യഥാർത്ഥമായ ബോധനം ശരിയായിട്ടും മറ്റുള്ളവരുടെ കണ്ണ് തുറക്കുവാനും ലോകത്തെയും ദൈവത്തെയും കാണുവാൻ പുതിയ കാഴ്ചപ്പാടിൽ കൂടി അടുക്കുവാനും ഇടയാകുന്ന ഒരു സത്യമാണ്. അതോടൊപ്പം തന്നെ ഈ പിതാക്കന്മാർ ഏറ്റവും കൂടുതലായി ശ്രദ്ധ ചെലുത്തിയത് ആരാധനാ ജീവിതത്തിലാണ്. ആരാധന അവരുടെ ജീവശ്വാസമായി മനസ്സിലാക്കി പഠിക്കാവുന്ന എല്ലാ തുറകളിലും സുറിയാനി ഭാഷയിലും മലയാളത്തിലുമൊക്കെ പ്രാവീണ്യം നേടി, സംസ്കൃതത്തിലുമൊക്കെ പ്രാവീണ്യം നേടി സഭയുടെ ശുശ്രൂഷയിൽ എന്താണ്, എങ്ങനെയാണ് ആരാധനയിൽ അർത്ഥവത്തായി സംബന്ധിക്കേണ്ടതെന്ന് ജനങ്ങളെ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അത് സ്വന്തം ജീവിതത്തിൽ അത് കാട്ടിക്കൊടുത്തു. പ്രാർത്ഥനയില്ലാത്ത, ആരാധനയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച്
ചിന്തിക്കുവാൻ സാധ്യമല്ല. ആരാധനയാണ് സഭയുടെ വിശ്വാസത്തിൻ്റെയും വളർച്ചയുടെയും ഏറ്റവും അടിസ്ഥാന തത്വമെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് കാട്ടിക്കൊടുക്കുകയും ചെയ്യും. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ആധുനിക ലോകത്തിൽ വളരെ തിരക്ക് പിടിച്ചതായ ജീവിതമാണ് നമുക്കുള്ളതെങ്കിലും ആരാധനയുടെ പശ്ചാത്തലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റെല്ലാം നമുക്കുണ്ടായിരുന്നാലും ജ്ഞാനവും അറിവും ബുദ്ധിയും കഴിവും ധനവും പ്രാപ്തിയും ഒക്കെ ഉണ്ടായിരുന്നാലും ആരാധനയിൽ കൂടി നേടിയെടുക്കുന്നതായ ആത്മീയ ചൈതന്യം വേറെ ഒരിടത്തുനിന്നും ലഭിക്കുകയില്ല എന്നുള്ളത് ഈ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സൗമ്യതയോടും വിനയത്തോടും നമ്മെ ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന പിതാക്കന്മാർ, ആരാധനയുടെ മഹത്വം കണ്ടറിഞ്ഞ് ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പിതാക്കന്മാർ, നമുക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് മറ്റുള്ളവരെയും പ്രകാശത്തിലേക്ക് നയിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പിതാക്കന്മാർ. സർവോപരി സഭയെന്ന് പറയുന്നത് ജീവശ്വാസമായി കണക്കാക്കി സഭയുടെ ചരിത്രവും പാരമ്പര്യവും സഭയുടെ തനിമയും സ്വാതന്ത്ര്യവുമെല്ലാം കാത്തു സൂക്ഷിക്കുവാൻ എപ്പോഴും ബദ്ധശ്രാത്തരായിരുന്ന ഈ പിതാക്കന്മാർ നമുക്ക് നൽകുന്നതും മറ്റൊന്നുമല്ല, നാമും സഭയുടെ വിശ്വാസത്തിലും സഭയുടെ പരിപാലനത്തിലും സഭ നമ്മുടെ എല്ലാമാണെന്നുള്ള ബോധ്യത്തോടുകൂടി അതിനെന്തിനും ജീവിക്കുവാൻ നമുക്ക് ഇടയാവണമെന്നുള്ള ബോധനമാണ് നിൽക്കുന്നത്. ഈ പിതാക്കന്മാരുടെ ഓർമ്മയും അവരുടെ പ്രബോധനവും നമുക്ക് അനുഗ്രഹമായും അവരുടെ മധ്യസ്ഥ നമുക്ക് കോട്ടയായും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്ക്